വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുത്ത് നേരെ അമ്മയുടെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. കാരണം ഒത്തിരി ദിവസമായി അമ്മയുടെ വീട്ടിൽ പോയിട്ട്. അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് രാമചന്ദ്രയിൽ കയറി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. എന്ന് വെച്ചാൽ കുഞ്ഞിന് കുറച്ച് ടർക്കി, പിന്നെ എനിക്കൊരു ടോപ്പ് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. കാരണം രാവിലെ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി സമയമെടുത്ത് ഇതെല്ലാം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ടർക്കിയും മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ടയർഡ് ആയതുകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പോയി ഒരു ഓറഞ്ച് ജ്യൂസ് എല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ കുടിച്ചു കേട്ടോ. കുടിച്ചതിന് ശേഷം നമ്മൾ ഇനി കാപ്പി കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രസവടയും ദോശയും സാമ്പാറും ആണ് ഞാൻ ഓർഡർ ചെയ്തത്. രാവിലെ നല്ല കട്ടിയുള്ള സാമ്പാറായിരുന്നു, സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ സാമ്പാറും എല്ലാം കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്കയുടെ കടയാണ് കേട്ടോ. ചന്തയ്ക്കകത്തുള്ള ഇക്കയുടെ കടയിൽ നിന്ന് നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിന് വാങ്ങാം. ഞാൻ നോക്കിയെടുക്കുന്ന ഒരു സ്ലൈഡിനാണ് ഈ തപ്പിട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ജിമ്മിക്കുട്ടനെ കണ്ടു കുറേ ദിവസങ്ങൾക്ക് ശേഷം. അവന് മറന്നുപോയോ എന്നൊരു സംശയമില്ലാതില്ല. അതോ പിണങ്ങി കിടക്കണമെന്നും അറിയില്ല. സംഭവം അല്പം കഴിഞ്ഞതും ആൾ സെറ്റായി ഇങ്ങ് വരെയായിരുന്നു കേട്ടോ. ജിമ്മിക്കുട്ട വാലൊക്കെ ആട്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവനെ കൊഞ്ചിച്ചിട്ട് അമ്മ എന്ന് ഞാനും വിളിച്ചുകൊണ്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി കഴിച്ചു. അമ്മ അങ്ങനെ കുറേ സമയം സംസാരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നേരെ അമ്മ മീനും എടുത്തുകൊണ്ട് നേരെ മീൻ കഴുകാൻ വേണ്ടിയിട്ട് പോയി. ചൂരക്കറിയാണെന്ന് വയ്ക്കാൻ പോകുന്നത്. നമ്മൾ വന്നതുകൊണ്ടല്ല, അമ്മ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സർപ്രൈസായിട്ട് വന്നത്. അങ്ങനെ ഞാൻ വന്ന പാതി വരാത്ത പാതി നേരെ കയറുന്നത് തോട്ടത്താണ്. തോട്ടത്ത് കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും വിളഞ്ഞിട്ടുണ്ടോ വല്ലതും അടുത്ത് കഴിക്കാനുണ്ടോ എന്നൊക്കെ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നേരെ നോക്കിയപ്പം ജാമ്പയ്ക്കയുടെ ചാര മേള തന്നെ. എൻ്റെ പൊന്നോ, ഇതാ കണ്ട, എവിടെ നോക്കിയാലും കൊല കണക്കിനാണ് ജാമ്പയ്ക്ക പൂത്തും കാച്ചും ഒക്കെ നിൽക്കുകയായിരുന്നു. അടിപൊളി. അപ്പോൾ ഇന്ന് ഉപ്പിട്ട് നമുക്ക് ഇതൊക്കെ കഴിക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ആദ്യം നമുക്കിതൊന്ന് കുറച്ച് മാങ്ങയുണ്ടായിരുന്നു. എവിടെയെന്നോ അമ്മ മാങ്ങയൊക്കെ എടുത്തു വെച്ചിരുന്നു കണ്ടല്ലോ. ജാമ്പയ്ക്കയുടെ ചാരമേളയാണ് കണ്ടോ, എന്തുമാത്രം ജാമ്പയ്ക്കയുണ്ട്, സൂപ്പർ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം. കഴിച്ചതിന് ശേഷം നമുക്ക് തോട്ടം ഒന്ന് തപ്പരിച്ച് പോവാമെന്ന് പറഞ്ഞ് ഞാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ ജാമ്പയ്ക്ക അടയ്ക്കുകയായിരുന്നു കേട്ടോ. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കുറച്ച് ജാമ്പയ്ക്ക പറിച്ച് നമുക്ക് ഉപ്പൊക്കെ വെച്ച് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇത് നമ്മൾ കഴിക്കാൻ പോയാണ് കേട്ടോ. നമ്മൾ എപ്പോൾ വന്നാലും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് പുറത്തിരുന്നേ കഴിക്കുള്ളൂ. അതൊരു രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് ഉപ്പും മുളകൊക്കെ എടുത്ത് ജാമ്പയ്ക്ക ഒന്ന് കഴിക്കാൻ പോവാണ്. കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് ചേർത്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അടിപൊളിയാണ്, സെറ്റാണ്. എന്നിട്ട് നമ്മൾ തോട്ടത്തിലൊന്ന് വക്കരിക്കാൻ വേണ്ടിയിട്ട് കയറി. ഡ്രാഗൺ ഫ്രൂട്ട്സിൽ ആൾറെഡി അല്ലെങ്കിൽ കായ്ക്കുന്നതാണ്, ഇപ്പോൾ ഇല്ല, സീസൺ ഇല്ലയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. മാങ്ങയുണ്ട്. മാങ്ങ നിൽപ്പുണ്ട്. അപ്പം മാങ്ങ ഇനി അടക്കണം. മാങ്ങയുണ്ട്. വേറെ എന്തുണ്ട് നമുക്ക് തപ്പി നോക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തിരക്കുന്നത് ഈ തോട്ടത്തിനാണ് കേട്ടോ. ആത്തിച്ചക്കയുണ്ട് കേട്ടോ. നിൽക്കുന്നത് കണ്ട, ആത്തിച്ചക്കയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടം. ചുമ്മാ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് നടക്കും കേട്ടോ. വന്ന പാതി വരാത്ത പാതി ഈ തോട്ടത്തിനകത്ത് കയറി ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഒരു ഹരമാണ്. ഇതിൻ്റെ താഴ്ഭാഗം വന്നിട്ട് ചെറിയൊരു ചാലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ റബ്ബർ നഴ്സറിയാണ്. നിങ്ങൾ അതിൻ്റെ അപ്പുറമൊക്കെ കാണുന്ന റബ്ബർ നഴ്സറിയാണ്. ഫുള്ള് റബ്ബർ കാര്യങ്ങളൊക്കെയാണ് വച്ചിരിക്കുന്നത്. അവർ അതിനെ ബഡ് ചെയ്ത് വേറെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് വാങ്ങാൻ കണക്കിന് പല ദേശങ്ങൾക്ക് അവർ സെൻഡ് ചെയ്ത് കൊടുക്കും. ആഫ്രിക്ക അങ്ങനത്തെ തോട്ടങ്ങളാണ് അത്. അവിടെ കാണുന്ന എല്ലാ റബ്ബർ തോട്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോവാം. ഇതൊക്കെയാണ് എൻ്റെ തോട്ടം. എങ്ങനെയുണ്ട്? ഇതൊക്കെ വിറക് അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വിറകിന് അടുക്കി അമ്മ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നടന്ന് ക്ഷീണിച്ചതല്ലേ, നമുക്കൊന്ന് നേരെ പോയി ഇനി തണ്ണിമത്തൻ ജ്യൂസ് അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുടിക്കാം. അടിപൊളിയാണ്. മുകളിൽ പഞ്ചസാര വാരിയിട്ടത് ഞാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ നമ്മൾ ചോറ് കഴിച്ച് ചോറും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് പുറത്തിരുന്ന് കഴിക്കുന്നതാണ് എൻ്റെ ഹരം. നല്ല ചൂരക്കറിയും കണ്ട,
നല്ല അടിപൊളി ചൂരക്കറി, മാങ്ങ പുരട്ടിയത്, മാങ്ങ അച്ചാറാണേ, പിന്നെ തോരനും മോര് കറിയും. ഇത്രയും കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത് ഗൈസ്. അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ ചോറായിരുന്നു കേട്ടോ, അടിപൊളി ചോറായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ജിമ്മിക്കെല്ലാം ടാറ്റാ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് അമ്മയടുത്തും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജിമ്മിൽ പോണ്ട എന്ന് പറയുന്നു. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നാളെ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നൊരു ദിവസം വന്ന് നിൽക്കാം ജിമ്മി എന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ അമ്മയുടെ വീട്ടിലെ ബ്ലോഗ്. അടുത്തൊരു ബ്ലോഗിൽ കാണാം.